നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കുരുക്കിന്റെ മുന്നൊരുക്കം. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. ആസൂത്രിത സംഭവത്തിനായി പ്രതികൾ 1 മാസം മുമ്പേ ഒരുക്കം തുടങ്ങിയിരുന്നെന്നും വാഹനം വാടകയ്ക്കെടുത്തത് 3 ദിവസം മുമ്പെന്നും കണ്ടെത്തൽ. കോയമ്പത്തൂരിൽ പിടിയിലായത് വടിവാൾ സലീമും പ്രദീപും. തൃശൂരിൽ നിന്നും നടിയെ പിന്തുടരാൻ പ്രതികൾ ഉപയോഗിച്ച വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് കൊച്ചിയിൽ തമ്മനം ഭാഗത്ത്. കാറ്ററിംഗ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ടെമ്പോ ട്രാവലറിൽ നിന്നും പ്രതികളുടേതെന്ന് കരുതുന്ന വസ്ത്രങ്ങൾ പോലീസ് കണ്ടെടുത്തു. പ്രധാന സൂത്രധാരൻ പൾസർ സുനിക്കായി തിരച്ചിൽ തുടരുന്നു. കൊച്ചിയിലേക്കുള്ള കാർ യാത്രക്കിടെ പ്രശസ്ത നടി ആക്രമിക്കപ്പെട്ടത് വെള്ളിയാഴ്ച രാത്രി. ഓടുന്ന കാറിൽ നടിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായും അപകീർത്തികരമായ വിധത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയതായും പരാതി. പ്രതികൾക്കെതിരെ ഗൂഢാലോചനയ്ക്കും തട്ടിക്കൊണ്ടുപോകലിനും മാനഭംഗത്തിനും കേസ്. ആക്ഷേപവും അവകാശവാദവും. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അതിന്റെ പേരിൽ സംസ്ഥാനത്ത് സുരക്ഷിതത്വവും ക്രമസമാധാനവും ഇല്ലാതായെന്ന് വിമർശിക്കുന്നത് ശരിയല്ല. ഇടതുഭരണത്തിൽ UDF സർക്കാരിന്റെ കാലത്തേതിനേക്കാൾ മികച്ച ക്രമസമാധാന നിലയെന്നും കോടിയേരി. കൊച്ചി സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെന്ന മുഖ്യമന്ത്രി. പോലീസ് കുറ്റവാളികൾക്ക് പിന്നാലെ തന്നെയുണ്ട്. അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും പിണറായി. അതിനിടെ കേസിൽ മുഖ്യപ്രതി പൾസർ സുനി ഉൾപ്പെടെ ഒളിവിലുള്ളവരെ പിടികൂടാൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ് നടപടി. കേരളത്തിലാണ് സംഭവം നടന്നത് എന്നത് അവിശ്വസനീയമെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. സഹോദരിമാരുടെ സുരക്ഷയ്ക്കായി സഹോദരന്മാർ സംഘടനയുണ്ടാക്കേണ്ട കാലമാണിത്. അതേസമയം പ്രതി പൾസർ സുനി നേരത്തെ തന്റെ ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ടെന്നും ഇയാൾ കുഴപ്പക്കാരനാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും MLA കൂടിയായ നടൻ മുകേഷ്. ഹാഫിസും പട്ടികയിൽ. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് മുഹമ്മദ് സയ്യിദിനെ ഭീകരവിരുദ്ധ ചട്ടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ. അമേരിക്കൻ സർക്കാർ $10 ലക്ഷം തലയ്ക്ക് വിലയിട്ട ഹാഫിസ് മുഹമ്മദിന് ഒപ്പം കൂട്ടാളികളായ 3 ഭീകരരും പട്ടികയിൽ. ഹാഫിസിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജമാഅത്ത് ഉദ്വ പേരുമാറ്റി തെഹ്രീക് ആസാദി ജമ്മു ആൻഡ് കാശ്മീർ ആയത് ഈയിടെ. അതേസമയം കാശ്മീരിൽ പുതിയ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതായും വേണ്ടിവന്നാൽ ഇടപെടുമെന്നും പാക് സർക്കാർ. മൂർച്ച കൂടുന്ന 3ാം ഘട്ടം. പ്രചരണ തന്ത്രങ്ങളും രാഷ്ട്രീയ കുതന്ത്രങ്ങളും അരങ്ങുവാഴുന്ന UPയിൽ 3ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. സമാജ്വാദി പാർട്ടിയുടെ ജന്മനാടായ ഇറ്റാവ ഉൾപ്പെടെ വോട്ടെടുപ്പ് 12 ജില്ലകളിലെ 69 മണ്ഡലങ്ങളിലേക്ക്. 2.41 കോടി വോട്ടർമാർ വിധിയെഴുതുന്ന 3ാം ഘട്ടത്തിൽ പ്രധാന പോരാട്ടം സമാജ്വാദിയും BJPയും തമ്മിൽ. ന്യൂനപക്ഷ വോട്ടുകൾക്ക് പുറമെ യാദവ വോട്ടുകളും നിർണായകമാകുന്ന ഘട്ടത്തിൽ ജനവിധി ആർക്കൊപ്പം എന്നത് പ്രവചനാതീതം. മുലായം സിംഗിന്റെ സഹോദരൻ ശിവപാൽ യാദവ്, ഇളയ മരുമകൾ അപർണ യാദവ്, BJP നേതാവ് റീത്ത ബഹുഗുണ ജോഷി എന്നിവർ ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ തന്ത്രങ്ങളുമായി മായാവതിയും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2765 രൂപ, പവൻ 22,120 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.